ഹായ്. നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ സ്ട്രെസ് ആൻഡ് അഡിക്റ്റീവ് ബിഹേവിയർ എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് സ്ട്രെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു അഡിക്ഷൻ ടെൻഡൻസിനെ കുറിച്ചാണ്. അപ്പോൾ ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ലൈഫിൽ ഒരുപാട് പലതരത്തിലുള്ള സ്ട്രെസ്സുകളുണ്ട്. കാരണം വെച്ചാൽ ജോലിയിൽ നിന്ന് സ്ട്രെസ്സ് വരുന്ന ആളുകളുണ്ട്, അതേപോലെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, പിന്നെ വർക്ക് ലോഡ് കൂടിയിട്ട്, അതേപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രെസ്സ് ലൈഫിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു കാഠിന്യം കൂടുന്തോറും ശരീരം പുറപ്പെടുവിക്കുന്ന സ്ട്രെസ് ഹോർമോൺസായ കോർട്ടിസോൾ, അഡ്രിനാലിൻ, അതിൻ്റെയൊക്കെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺസ് ബോഡിയിൽ വളരെ കൂടുതലാകുമ്പോൾ ആളുകൾക്ക് അതിൻ്റെതായ സഫറിങ്, മീൻസ് ഇമോഷണലിയും ഫിസിക്കലിയും സഫറിങ് ഉണ്ട്. അപ്പോൾ ഈ സഫറിങ്ങിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഒരു കോപ്പിംഗ് അപ്പ് മെക്കാനിസം ആയിട്ടാണ് ആളുകൾ ഈ ഒരു അഡിക്റ്റീവ് ബിഹേവിയേഴ്സ്, അതായത് പലതരത്തിലുള്ള അഡിക്ഷൻസ്, ഒരു പക്ഷേ ആൽക്കഹോൾ അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ആവാം, അതല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതരത്തിലുള്ള അഡിക്ഷൻസ്. കാരണം ഈ അഡിക്റ്റീവ് ബിഹേവിയറിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഹോർമോണുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഡോപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോണുണ്ട്. ഡോപ്പാമിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഹോർമോണാണ്, അതായത് ഒരു പ്ലഷർ, ആനന്ദം കിട്ടുന്ന ഹോർമോണാണ്. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺ ശരീരത്തിൽ കണ്ടമാനം റിലീസ് ചെയ്യുമ്പോൾ ആ വല്ലാത്ത ഒരു സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈ അഡിക്ഷൻ ഉള്ള ബിഹേവിയർ ഉള്ള കാര്യങ്ങളിലേക്ക്, മൊബൈൽ അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ, അതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ വ്യക്തിനെ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട്. കാരണം പല ആളുകളും പറയും, ഇവൻ്റെ പ്രശ്നം ഇങ്ങനെ തന്നെയാണ്, ഇതിൻ്റെ ഇടയിൽ അവൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താനാണ് ആളുകൾക്ക്, മീൻസ് ആ ഒരു ഫാമിലി ഫ്രണ്ട് സർക്കിളിൽ നോളജ് അത്യാവശ്യം ഈ ഒരു മേഖലയെ കുറിച്ച് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ചാൻസ് കൂടുതൽ കുറ്റപ്പെടുത്താനാണ്. കാരണം അവന് ഓൾറെഡി ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ഇവൻ ഈ പറഞ്ഞ പോലെ ഈ അഡിക്റ്റീവ് ബിഹേവിയറിലേക്കും പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ പോകുന്നതിൻ്റെ റീസൺ ഇതുകൊണ്ടാണ്. കാരണം ആ സ്ട്രെസ് ഹോർമോൺസ് കണ്ടമാനം കൂടുമ്പോൾ അതിനൊരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് ഇവർ ഈ ഒരു അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തോട്ട് വരാനായിട്ട് ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതോടുകൂടി തന്നെ ഈ അഡിക്ഷൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് ഈ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യം എന്താണോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്, അതിൽ കൂടിയാണ്. അപ്പോൾ ആ ഒരു റൂട്ട് കോസ് കൂടി അതിലും കൂടി ഹെൽപ്പ് ചെയ്യുമ്പോൾ, അതിനും പുറത്ത് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ആ വ്യക്തിയെ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് ഈ അഡിക്ഷൻസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട്, അതായത് വീണ്ടും അതിലേക്ക് പോകാനുള്ള സാഹചര്യം അവോയ്ഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. താങ്ക് യു.